1941 ഒക്ടോബർ 27 മുതലാണ് പാരാ കമാൻഡോസ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നത് എങ്കിലും 1966 മുതലായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം സൈന്യം ശക്തമാക്കിയത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, 1987 ശ്രീലങ്കയിൽ നടന്ന IPKF സൈനിക നടപടി, 1988 മാലിദ്വീപിലെ സൈനിക നടപടി, 1999 കാർഗിലിൽ നടന്ന യുദ്ധം, നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ മ്യാൻമറിൽ നടത്തിയ സൈനിക നടപടി, പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് എന്നിവയൊക്കെയാണ് പാരാ കമാൻഡോസിൻ്റെ കഴിഞ്ഞകാല സൈനിക നീക്കങ്ങൾ. ഇന്ത്യൻ നേവിയുടെ മാർക്കോസും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗരുഡും പോലെ ഇന്ത്യൻ ആർമിയുടെ സ്പെഷ്യൽ ഫോഴ്സാണ് ഇന്ത്യൻ പാരാ കമാൻഡോസ് സ്പെഷ്യൽ ഫോഴ്സ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാരച്യൂട്ട് യൂണിറ്റും ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സൈനികരും ഇവർ തന്നെയാണ്. നനയാത്തതും തീപിടിക്കാത്തതുമായ യൂണിഫോം, കൈത്തോക്ക് കൊണ്ടുള്ള വെടിതടുക്കുന്ന ഭാരം കുറഞ്ഞ ഹെൽമെറ്റ്, ഉരുക്കു കവചത്തോടു കൂടിയുള്ള ബൂട്ട്, ഭാരം കുറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് മേൽച്ചട്ട, ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള അത്യാധുനികമായ വയർലെസ് എന്നിവയാണ് പാരാ കമാൻഡോസിൻ്റെ പ്രധാന സുരക്ഷാ കവചങ്ങൾ. മിനിറ്റിൽ 750 മുതൽ 900 റൗണ്ട് വരെ വെടിവയ്ക്കാനുള്ള റൈഫിൾ 21 ഇസ്രായേൽ നിർമ്മിത റൈഫിളാണ് പാരാ കമാൻഡോസിൻ്റെ പ്രധാന ആയുധം. 4 കിലോഗ്രാമിന് താഴെ മാത്രമാണ് ഇവയ്ക്ക് ഭാരം. വെള്ളത്തിലിട്ടാൽ പോലും ഇവയ്ക്ക് കേടു സംഭവിക്കുകയില്ല. 400 മീറ്റർ പരിധി വരെ ഇവയ്ക്ക് വെടിയും വയ്ക്കാം. തൊട്ടടുത്തുള്ള ഏറ്റുമുട്ടലിൽ ഉപയോഗിക്കാൻ 9mm സെമി ഓട്ടോമാറ്റിക് പിസ്റ്റലാണ് പാരാ കമാൻഡോസ് ഉപയോഗിക്കുന്നത്. യഥാർത്ഥ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനത്തിനിടെ മരണം വരെ സംഭവിക്കാം എന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സ് അപേക്ഷകരിൽ യോഗ്യത നേടുന്നത് 8 മുതൽ 10% പേർ മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. 17 കിലോ തൂക്കമേറ്റി 100 കിലോമീറ്റർ ഓട്ടം, അതികഠിനമായ പരിശീലനത്തിൻ്റെ 90 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രൊബേഷൻ പീരീഡ്, ഏത് കാലാവസ്ഥയെയും തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള നീണ്ട 3 വർഷത്തെ വിദഗ്ധ പരിശീലനം എന്നിവയൊക്കെ കീഴടക്കിയാൽ മാത്രമേ ബലിദാൻ മുദ്രയോടെ പാരാ കമാൻഡോസിൽ ചേരുകയുള്ളൂ. സ്പെഷ്യൽ ഓപ്പറേഷൻ, ഭീകരവാദ ക്യാമ്പുകൾ രഹസ്യമായി ആക്രമിക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, ഉഗ്ര ഭീകര സംഘടനകളുടെ നേതാക്കളെ ഉന്മൂലനം ചെയ്യുക, അങ്ങനെ പോകുന്നു പാരാ കമാൻഡോസിൻ്റെ ലക്ഷ്യങ്ങൾ. വർഷത്തിൽ 2 തവണയാണ് പാരാ ഫോഴ്സിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. 20 കിലോമീറ്റർ ഓട്ടത്തോടെ ആരംഭിക്കുന്ന ഓരോ പാരാ കമാൻഡോസിൻ്റെയും ഒരു ദിവസം കടന്നാക്രമണം, നുഴഞ്ഞുകയറ്റം, അത്യാധുനിക തോക്കുകൾ ഉപയോഗിച്ചുള്ള പരിശീലനം, ഇൻ്റലിജൻസ് ഏജൻസികളുടെ ക്ലാസുകൾ എന്നിവയ്ക്ക് ശേഷമാണ് അവസാനിക്കുന്നത്. ശക്തമായ ഭരണകൂടമുണ്ടെങ്കിൽ പാരാ സ്പെഷ്യൽ ഫോഴ്സിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാനും ഭാരതത്തിന് സാധിക്കും എന്നതിൻ്റെ തെളിവാണ് ഉറിക്ക് തിരിച്ചടിയായി സർജിക്കൽ സ്ട്രൈക്കായി പാകിസ്ഥാൻ്റെ ചങ്കത്ത് ഇന്ത്യ ആഞ്ഞടിച്ചത്. റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്ററായ M17 ഉപയോഗിച്ചായിരുന്നു പാരാ സ്പെഷ്യൽ ഫോഴ്സ് ആ ഓപ്പറേഷൻ നടത്തിയത്. ഓപ്പറേഷൻ നിരീക്ഷിക്കുവാൻ അത്യാധുനിക ഡ്രോണുകളും രാത്രിക്കാഴ്ച നൽകുന്ന ഉപകരണങ്ങളും ഇന്ത്യ പ്രയോജനപ്പെടുത്തി. അതിനോടൊപ്പം തന്നെ കമാൻഡോകളുടെ സാഹസികതയും ഒത്തുചേർന്നപ്പോൾ പാകിസ്ഥാൻ പോലും അറിയാതെ ദൗത്യം തീർത്ത് തിരിച്ചു വരാൻ ഇന്ത്യക്ക് സാധിച്ചു. അതാണ് എക്കാലവും ഭീകരവാദികളെ വിറങ്ങലിപ്പിക്കുന്ന പാരാ കമാൻഡോസിൻ്റെ മനസാന്നിധ്യവും ശക്തിയും. ചില്ല് കഷ്ണം വരെ കടിച്ചു ചവച്ച് തിന്നാൻ സാധിക്കുന്നതിനാൽ ഗ്ലാസ് ഈറ്റേഴ്സ് എന്ന വിളിപ്പേരുമുണ്ട് പാരാ കമാൻഡോകൾക്ക്. ഇന്ത്യയിലാകെ 10 പാരാ ബറ്റാലിയനുകളിൽ 7 എണ്ണമാണ് പാരാ സ്പെഷ്യൽ ഫോഴ്സിലുള്ളത്. പാരച്യൂട്ട് റെജിമെൻറ്റിലേക്ക് ആർമി റിക്രൂട്ട്മെൻറ്റ് വഴി എത്തിയവർക്കും മറ്റ് സൈനികർക്കും പാരാ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ ഭാഗമാകാൻ അപേക്ഷ കൊടുക്കാം. പാരാ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ പരിശീലനവും സെലക്ഷൻ ട്രയൽസും വളരെ ലഘുവായി നമുക്കൊന്ന് പരിചയപ്പെടാം. സാധാരണക്കാരായ ഒരാൾക്ക് സാധിക്കാത്തത്ര കഠിനമാണ് ഇവരുടെ പരിശീലന മുറകൾ. സാധാരണ ജവാനെന്നോ ഓഫീസറെന്നോ വ്യത്യാസമില്ലാതെ സകലരും ഒരേ പരിശീലനത്തിലൂടെയാണ് വാർത്തെടുക്കപ്പെടുന്നത്. പരിശീലനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടം അതിജീവിക്കാൻ സാധിക്കാതെ വന്നാൽ പാരാ കമാൻഡോസിൻ്റെ സെലക്ഷനായി വന്നവർ പാരാ കമാൻഡോ മോഹം ഉപേക്ഷിച്ച് തങ്ങളുടെ അതത് റെജിമെൻറ്റിലേക്ക് മടങ്ങിപ്പോകണം എന്നതാണ് വ്യവസ്ഥ. 30 പേരടങ്ങുന്ന സ്ക്വാഡുകളായി തിരിച്ച് 30 കിലോമീറ്റർ ഓട്ടത്തോടെയാണ് പരിശീലനം ആരംഭിക്കുന്നത്. ഓടിയെത്തിയാലുടൻ മറ്റ് ശാരീരിക പരിശീലനത്തിൽ ഏർപ്പെടേണ്ടതുണ്ട്. ആയുധമേന്തിയുള്ള ഇഴഞ്ഞു നീങ്ങലുകളും സ്വിമ്മിംഗ് പൂളുകളിൽ ശ്വാസം മുട്ടാതെ മുക്കിയിടുന്നതും ടയറുകളും വലിയ മഴത്തടികളുമായി ഓടുന്നതുമെല്ലാം പരിശീലനത്തിൽ സർവ്വസാധാരണമാണ്.
യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചാണ് ബഹുഭൂരിപക്ഷം പരിശീലനങ്ങളും നടത്തുന്നത്. മലിനജലം ഒഴുകിയ നാറുന്ന ഓടയിലൂടെ കിലോമീറ്ററുകൾ ഇഴഞ്ഞു നീങ്ങേണ്ടതായി വരും. പലപ്പോഴും കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇക്കൂട്ടർക്ക് ലഭിക്കുക ആ ഓടയിൽ വച്ച് തന്നെയാവും. അവ അവിടെ വച്ച് ഭക്ഷിക്കുകയും വേണം. യുദ്ധമുഖത്ത് ഒരു സൈനികൻ നേരിടേണ്ടി വരുന്ന പച്ചയായ ആവിഷ്കാരമാണ് അതുവഴി സൈന്യം ഉദ്ദേശിക്കുന്നതും നടപ്പിലാക്കുന്നതും. അത്തരം ശാരീരിക പരിശീലനത്തിന്റെ ഏത് ഘട്ടത്തിലും പരമാവധി മനസ്സ് മടുപ്പിക്കുന്നതെല്ലാം പരിശീലകന്റെ ഭാഗത്ത് നിന്നുണ്ടായേക്കാം. അതിനിടയിൽ പരിശീലനം ഉപേക്ഷിക്കണോ എന്ന ചോദ്യവുമായി ഒപ്പിടാനുള്ള പെന്നും പേപ്പറുമായി മറ്റൊരു ഓഫീസർ സമീപിച്ചെന്നും വരാം. എന്നാൽ അതിലും മനസ്സു മടുക്കാതെ പൊരുതാൻ തയ്യാറായാൽ മാത്രമേ പാരാ കമാൻഡോ സ്പെഷ്യൽ ഫോഴ്സ് ആകുക എന്ന ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ഈ ശാരീരിക പരിശീലനത്തിന് ശേഷം ഇന്റലിജൻസ് ഏജൻസികളുടെ ക്ലാസ് ഉണ്ടാവും. ബോംബ് നിർവീര്യമാക്കാനും സൈനിക വിന്യാസം നടത്താനും എല്ലാത്തിനുമുള്ള ട്രെയിനിങ്ങുകൾ ഇക്കൂട്ടർക്ക് നൽകുന്നതാണ്. പരിശീലനത്തിന്റെ ആദ്യ 72 മണിക്കൂറുകൾ നരകത്തിന്റെ നാളുകളായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആദ്യ 30 മണിക്കൂർ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ നൽകുകയില്ല. 30 മണിക്കൂറിന് ശേഷം കുടിക്കാൻ നൽകുന്നത് കമാൻഡോകൾ കുളിച്ച അതേ മലിനജലം തന്നെയായിരിക്കും. ഈ അവസരത്തിൽ പറ്റുന്നവർക്ക് നിൽക്കാം, ഇല്ലാത്തവന് പോകാം എന്ന രീതിയാവും പരിശീലകന്റെ പെരുമാറ്റം സൂചിപ്പിക്കുന്നത്. പരിശീലനത്തിന്റെ ഘട്ടത്തിലെല്ലാം ഓരോ ആംബുലൻസും സൈനികരെ അകമ്പടിയായി സേവിക്കുന്നുണ്ടാവും. കാഷ്വാലിറ്റി വന്നാൽ ആശുപത്രിയിൽ എത്തിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപകടം സംഭവിച്ചാൽ പരിശീലനം ഉപേക്ഷിക്കാനും ചികിത്സയ്ക്ക് ശേഷം പരിശീലനം വീണ്ടും തുടങ്ങാനും ഉദ്യോഗാർത്ഥിക്ക് അവസരമുണ്ടായിരിക്കുന്നതാണ്. പിന്നീട് എഴുത്തു പരീക്ഷയാണ്. കുളിക്കാൻ പോലും അനുവദിക്കുകയില്ല. ഈ ഘട്ടത്തിൽ ശരീരം പൂർണ്ണമായും തളർന്നിരിക്കുമ്പോഴാണ് ഈ പരീക്ഷ നടത്തുക. ശരീരത്തിന്റെ തളർച്ച ബുദ്ധിയെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ പരീക്ഷ ഏതൊരാൾക്കും വെറുതെ അങ്ങ് എഴുതിപ്പോവാൻ പറ്റുന്ന ഒന്നല്ല. വളരെ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിച്ചും ഉയർന്ന ശബ്ദത്തിൽ പാട്ടുവെച്ചും ലേസർ ലൈറ്റുകൾ നിരന്തരമായി മുഖത്തേക്ക് അടിച്ചുകൊണ്ടുമായിരിക്കും ഈ പരീക്ഷ നടത്തുക. ഏത് വിഷമഘട്ടത്തിലും ബുദ്ധി സൂക്ഷ്മമായി ഉപയോഗിക്കാനുള്ള കഴിവ് ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നീട് ഓരോ ഉദ്യോഗാർത്ഥിയും അവസാന ഘട്ടത്തിലേക്ക് കടക്കും. ഈ ഘട്ടത്തിൽ 100 കിലോമീറ്റർ ഓട്ടം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ തികഞ്ഞ സ്നേഹത്തോടെയും ഉത്തേജനത്തോടെയുമായിരിക്കും പരിശീലകൻ ഉദ്യോഗാർത്ഥിയോട് പെരുമാറുക. ദേശസ്നേഹ കഥകൾ പറഞ്ഞുകൊണ്ട് 100 കിലോമീറ്റർ പൂർത്തീകരിക്കാൻ അദ്ദേഹം ഉദ്യോഗാർത്ഥിയെ സഹായിച്ചു കൊണ്ടേയിരിക്കും. ഈ 100 കിലോമീറ്റർ പൂർത്തീകരിച്ചാൽ ഔദ്യോഗിക പാനീയം കുടിച്ച് കൈകൊണ്ട് ആ ഗ്ലാസ് ഞെക്കി അമർത്തി പൊട്ടിച്ച് ഉദ്യോഗാർത്ഥി പാരാ സ്പെഷ്യൽ ഫോഴ്സ് ഭാഗമായി തീരുകയും മെറൂൺ ക്യാപ്പിന് അർഹനാകുകയും ചെയ്യും. പിന്നീട് സൈന്യത്തിന്റെ ഏത് പദവിയിലെത്തിയാലും ഇതേ മെറൂൺ ക്യാപ്പ് ആയിരിക്കണം ആ ഉദ്യോഗസ്ഥൻ ധരിക്കേണ്ടത്. കേവലം സെലക്ഷൻ പ്രൊസീജിയർ മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പിന്നീട് 90 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രൊബേഷൻ പീരീഡും 3.5 വർഷം നീണ്ടുനിൽക്കുന്ന കഠിന പരിശീലനവും ഓരോ പാരാ സ്പെഷ്യൽ ഫോഴ്സ് സൈനികനും നൽകപ്പെടും. 33,000 അടി ഉയരത്തിൽ കൃത്യമായി ശത്രുതാവളത്തിലേക്ക് പറന്നിറങ്ങാനുള്ള പരിശീലനവും US, ഇസ്രായേൽ, ബ്രിട്ടൻ തുടങ്ങിയ സൈനിക ശക്തിയുമായി ഒത്തുചേർന്ന് യുദ്ധം ചെയ്യാനുള്ള വിദഗ്ധ പരിശീലനവും ഇക്കൂട്ടർക്ക് പിന്നീട് നൽകപ്പെടും. ഇത്രയധികം കഠിന പരിശീലനത്തിലൂടെയാണ് ഓരോ പാരാ സ്പെഷ്യൽ ഫോഴ്സ് സൈനികനും വാർത്തെടുക്കപ്പെടുന്നത്. ഇന്ത്യൻ പാരാ കമാൻഡോ സ്പെഷ്യൽ ഫോഴ്സ് എന്ന നിഴൽ യോദ്ധാക്കളെ പറ്റിയുള്ള ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ധനുഷ് PK സൈനിങ് ഓഫ്.